കപ്പഡോക്കയിൽ നിങ്ങൾ കാണുന്ന ഹോട്ട് എയർ ബലൂണോ അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ മേലെ നിന്നിട്ട് പ്രാവിന്റെ കൂടെ ഫോട്ടോ എടുക്കുന്നത് മാത്രമല്ല ടർക്കി. ഇതിന്റെ എല്ലാം തുടക്കം ഒരു 5 മിനിറ്റ് ലേറ്റ് ആയത് കാരണം മാത്രം ഞങ്ങൾക്ക് ഫ്ലൈറ്റ് കയറാൻ പറ്റാതെ ഞങ്ങൾക്ക് ലണ്ടനിൽ ഫ്ലൈറ്റ് മിസ്സാണ് വെച്ചിട്ടാണ്. 4:45 എടുക്കേണ്ട ഫ്ലൈറ്റ് എടുക്കുന്നത് 5 മണിക്ക് ശേഷമാണ്. ഇപ്പോഴും ഞാൻ ചെയ്ത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. പെഗാസസിന്റെ കസ്റ്റമർ കെയർ സർവീസ് ഉണ്ടല്ലോ, അത് ഭയങ്കര വേസ്റ്റ് ആണ്. എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അവരും ഫേസ് ചെയ്തിട്ടുണ്ട് സിമിലർ സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ടർക്കിയിലോട്ട് വേറെ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ പെഗാസസ് ഒഴിച്ച് വേറെ എന്തെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. എന്തായാലും ഫ്ലൈറ്റ് മിസ്സായ സങ്കടം മാറാൻ വേണ്ടിയിട്ട് ആ എയർപോർട്ടിൽ ഏറ്റവും വില കൂടിയ സ്പ്രേ അടിച്ചിട്ട് പകുതി കാശ് ഞങ്ങൾ അങ്ങനെ ലാഭിച്ചു. എന്തായാലും ഞങ്ങളുടെ ദുരിതം അവിടെ അവസാനിച്ചു എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ അവിടുന്ന് തുടങ്ങുക മാത്രമായിരുന്നു. എയർപോർട്ടിൽ 12 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ടർക്കിയിൽ കണക്ഷൻ പിടിച്ചിട്ട് അവിടുന്ന് അൽബേനിയയിലോട്ട് പോകാനായിരുന്നു പ്ലാൻ. അങ്ങനെ ടർക്കിയിലെത്തി കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു ഞങ്ങൾക്ക് അവിടുന്ന് അൽബേനിയയിലോട്ട്. അൽബേനിയ പോകാൻ വേണ്ടി ബോർഡറിൽ എത്തിയപ്പോൾ ബോർഡറിൽ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. കാരണം അവർക്ക് ഇനിയും UK വന്ന വിസയെ കുറിച്ചിട്ട് ഒരു ബോധമില്ലായിരുന്നു. അതെ, അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സെക്കൻഡ് ഫ്ലൈറ്റ് മിസ് ചെയ്തു. പക്ഷെ ഒന്നും ആയിരുന്നില്ല സങ്കടം. വേസ്റ്റ് മൈ പാസ്പോർട്ട് ABCD പോലും അറിയാതെ പെഗാസസിന്റെ സ്റ്റാഫുകാരൻ ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. പക്ഷെ ഫൈനലി ഞങ്ങൾ ഇസ്താൻബുളിൽ ഇറങ്ങിയിട്ട് അവിടെ 2 ദിവസം സ്പെൻഡ് ചെയ്തിട്ട് അടുത്ത ലൊക്കേഷനിലോട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഇസ്താൻബുളിൽ ചെക്ക് ഇൻ ചെയ്തിട്ടും എനിക്ക് മനസ്സിനൊരു സമാധാനമില്ല. ഞാൻ പുറത്തിറങ്ങി ഹഗിയ സോഫിയന്റെ അവിടെ പോയിരുന്നു. എക്സാക്ട്ലി 1 മാസം മുന്നേ ഞാൻ വന്ന സെയിം പ്ലേസ്.